നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ പുട്ട്. അത് പല രീതിയിൽ നമ്മൾ തയ്യാറാക്കല്ലേ. ചിരട്ട പുട്ടായിട്ടും സാധാരണ പുട്ടായിട്ടും ഒക്കെ. അതിൻ്റെ പുട്ടിൽ തന്നെ നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കുന്ന പുട്ടിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്, മണവും കൂടുതലാണ്. അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെല്ലാവരും ട്രൈ ചെയ്യാറുമുണ്ട്. പക്ഷേ പല രീതിയിലും മാവ് തയ്യാറാക്കുമ്പോൾ നമുക്ക് പാളിച്ചകൾ വരില്ലേ. ഇപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ മാവ് തയ്യാറാക്കിയാലോ. അതിനാദ്യം വേണ്ടത് ഞാൻ എടുത്ത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് തന്നെ അളവുകൾ എടുത്താൽ മതി. ആ പാത്രത്തിൽ ഒരു പാത്രം ചോറെടുത്ത് അതിലേക്ക് അതേ പാത്രത്തിൽ 2 പാത്രം ഗോതമ്പ് മാവ്. ഇത് വറുത്ത ഗോതമ്പ് മാവാണ് കേട്ടോ. ഞാനിപ്പം എടുത്ത് വറുത്തപ്പോൾ വന്ന ചെറിയ കട്ടകളാണ്. അത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അതും എടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ ചോറിനെയും മാവിനെയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കാരണം ചോറ് ആദ്യമേ മിക്സിയിലേക്ക് ഇട്ടിട്ട് മാവിട്ടാൽ ചോറടിയിലൊന്ന് കറങ്ങി ഒന്ന് കട്ടിയായി പോയ മാവ് നമുക്ക് കറക്റ്റ് പരുവത്തിന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടത്തില്ല, നനഞ്ഞും കിട്ടത്തില്ല. അപ്പോഴാദ്യം ചോറും മാവും ഉപ്പും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കോരിയിടാം. അത് ഒരു പ്രാവശ്യമായിട്ട് കറക്കിയെടുത്താൽ അങ്ങനെ, അല്ല 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ടിട്ട് കറക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിയിട്ട് ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ വന്നാൽ അത് കറക്റ്റ് പരുവമാകുമല്ലോ പുട്ടിൻ്റെ. ആ പരുവത്തിലായി വരുന്ന മാവിനെ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. അല്പം പോലും വെള്ളത്തിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. അതിൽ ഞാൻ ആദ്യം ചെയ്തത് തേങ്ങയൊന്നുമില്ലാതെ മാവ് പുട്ടുകുറ്റിയിൽ വാരി വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. പുട്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവി കയറ്റി വെച്ചിട്ട് ആദ്യമേ ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോൾ ആവി വരും. ആവി വന്ന പുട്ടിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് തട്ടി മാറ്റിയിട്ട് വീണ്ടും അതേ കുറ്റിയിൽ തന്നെ ബാക്കി കുറച്ച് മാവും കൂടെ വീണ്ടും കോരി ആവി കയറ്റാനായിട്ട് വെക്കാം. ആദ്യം ആവി കയറ്റാൻ വെക്കുമ്പോൾ തേങ്ങയോ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. വെറും മാവ് മാത്രം വെച്ച് ആവി കയറ്റി എടുത്താൽ മതി. അത് ആവി കയറുന്ന സമയത്തേക്ക് നമുക്ക് ഈ പുട്ട് ഇതുപോലെ ചൂടല്ലേ, സ്പൂൺ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട് പൊടിച്ച് നിരത്തിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത് വാരി വെച്ച പുട്ടും റെഡിയായി വരും, ആവി കയറി വരും. അതിനെയും നമുക്ക് ഇതിനോടൊപ്പം തട്ടിയിട്ട് നമുക്കതൊന്ന് പൊടിച്ച് വെക്കണം, അതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട്. ഈ പുട്ട് ഗോതമ്പ് പുട്ടാകുമ്പോൾ നമ്മൾ പറയും ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിപ്പോയി, അതിൻ്റെ സോഫ്റ്റ്നെസ് പോയി എന്നൊക്കെ പറയില്ലേ. നനയ്ക്കുന്നതിലും പ്രധാനമുണ്ട്. വെള്ളം കൂടിപ്പോയാൽ അത് കട്ടിയായി പോയാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റും തോന്നത്തില്ല. പുട്ട് എപ്പോഴും നല്ല തരിതരിയായിരിക്കുന്നതല്ലേ പുട്ടിന് ടേസ്റ്റും കാണാനും ഇഷ്ടം തോന്നുന്നത്. ഞാൻ രണ്ടാമതും ആവി കയറിയ പുട്ടും ഇതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂട് മാറിക്കിട്ടാൻ നമ്മുടെ കൈ കൊണ്ടിടുന്ന പരുവായി വരണം. ആ പരുവത്തിലേക്ക് ആറാനായിട്ട് ഞാൻ എടുത്ത് വെച്ച്. അതിപ്പം കൈ കൊണ്ടിടാവുന്ന പരുവാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഗോതമ്പ് പുട്ടാകുന്നത് കൊണ്ട് ഞാൻ ഏലക്കയോ ജീരകമോ വേറെ ഒന്നും ചേർക്കാറില്ല. എനിക്ക് ഗോതമ്പിൻ്റെ മണം ആവി കയറി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആ മണം കട്ടൻ ചായയും ഗോതമ്പ് പുട്ടും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് സാധാരണ പുട്ട് പോലെ അടിയിൽ തേങ്ങ ഇട്ടിട്ട് വീണ്ടും മാവ് നിറച്ച് തേങ്ങയിട്ട് വീണ്ടും മാവ് നിറച്ച് അതുപോലെ നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇതിലിപ്പം നമ്മൾ ആ ചോറിട്ടതല്ലാണ്ട് അല്പം പോലും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുക്കുന്ന ചോറ് അനുസരിച്ചിരിക്കും വെള്ളം. മാവിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നനവ് കുറവായിട്ട് തോന്നുന്നെങ്കിൽ അല്പം വെള്ളം കുടഞ്ഞു കൊടുക്കാം കേട്ടോ. കാരണം ഓരോ ചോറിൻ്റെ രീതി അനുസരിച്ച് വെള്ളം കുടിക്കുന്നത് പല ചോറും പല രീതിയിലല്ലേ. നോക്കി അടിപൊളിയായി ഗോതമ്പ് പുട്ട് റെഡിയായി കേട്ടോ. അപ്പോഴും നമ്മൾ രണ്ടാമത് കുറ്റിയിൽ പുട്ട് വാരി വയ്ക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ആദ്യം ആവിയിൽ വെന്തതായതുകൊണ്ട് ഞെരുക്കാതെ വെച്ചാൽ കുത്തി വയ്ക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ഞെരുക്കി വയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. ഇതോടൊപ്പം പയറോ പിന്നെ അല്ല കടലക്കറിയോ പപ്പടമോ എന്ത് വേണമെന്ന് വെച്ചാലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനിയല്ല വീട്ടിൽ ചിരട്ടപ്പുട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ചിരട്ടപ്പുട്ടായിട്ടും അവിച്ചെടുക്കാം. കുക്കറിൽ അല്പം പയർ അവിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലേൽ ഇത് വെച്ചിട്ട് ചിരട്ടപ്പുട്ടായിട്ട് അവിച്ചെടുക്കാമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഗോതമ്പ് മാവ് നനയ്ക്കുമ്പോൾ നമുക്ക് ആകെ ഉള്ള ബുദ്ധിമുട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകാം, ചിലപ്പം കറക്റ്റ് പരുവാകില്ല എന്നൊക്കെയാണ്. ഈ പറഞ്ഞ അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയട്ടെ, ഞാൻ എടുത്തത് റേഷൻ അരിയുടെ ചോറാണ്.
അതിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞത്. അതനുസരിച്ച് തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്നത് സാധാ അരിയുടെ ചോറാണെങ്കിൽ നനച്ച് നോക്കിയിട്ട് ചോറിൽ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കുക. അല്ല വെള്ളം കുറവാണെങ്കിൽ എടുത്തതിന് ശേഷം അല്പം കൈവെള്ളം കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയുണ്ട് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ പുട്ട് ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.